ഹലോ, ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള സമൂഹത്തെ തന്നെ വ്യത്യസ്തമായി ഞെട്ടിച്ച വലിയൊരു കൊലപാതകമായിരുന്നു അത്. ഇനി ഒരിക്കലും അത് എവിടെയും സംഭവിക്കാൻ പാടില്ല. അതിനാലാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. വളരെ വിഷമത്തോടെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇതിനെ കണ്ടത് തന്നെ. ഇനി ഒരിക്കലും കഴിയുന്നത് ഇങ്ങനെ വരാതിരിക്കണം. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതിന് പ്രധാന കാരണം സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം വലിയൊരു വിഷമം, ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ഈ കുട്ടിയുടെ വളർത്തുന്ന രീതികളും കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അവൻ്റെ ഉമ്മയെ അവനെ കൂട്ടുപിടിച്ചു. ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ തന്നെ ഈ കൊലപാതകം കഴിയുന്നത് നടക്കില്ലായിരുന്നു. കാരണം അവരെല്ലാ വിഷമം ബുദ്ധിമുട്ടും അറിഞ്ഞും അറിയാതെയും അദ്ദേഹം അത് പരിഹരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ കൊല്ലുന്നില്ലായിരുന്നു. ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ വരാതിരുന്നത് ബുദ്ധിമുട്ടിപ്പോയല്ലോ എന്നുള്ളത്. അമിതമായ തൂർത്ത് കാരണം ഇതുപോലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബം എത്തിച്ചു. ഇത് ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടികൾ വളരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലെടുക്കുക നല്ല രീതിയിൽ ആ കുട്ടി എടുക്കുകയും ചെയ്തില്ല. വളരെയധികം പാവപ്പെട്ട ഒന്നും അറിയാത്ത ആളുകളാണ് എന്നേക്കുമായി ലോകത്തോടെ തന്നെ വിട പറഞ്ഞു പോയത്. ഇനി റഹീം എന്ന വ്യക്തി ഇനി ഇവിടെ നാട്ടിൽ ഇനി എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫർസാൻ്റെ വീട്ടിൽ പോയാൽ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുക. അവരെന്ത് വിഷമം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും കൂട്ടിപ്പോയിട്ട് സമാധാനിപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. എന്നിട്ട് മാപ്പ് ചോദിക്കുക. പിന്നെയുള്ളത്, ആ കുട്ടിയുടെ കബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അത് അവർക്കൊരു സമാധാനമാവും. അവരറിയല്ലോ മരണപ്പെട്ട ഉപകാരക്കാർ അതിൻ്റെ വേദന ബുദ്ധിമുട്ട്. സമാധാനം തേടുക, ചോദിക്കുക, മാപ്പ് പറയുക കുട്ടിയോട്. പിന്നെയുള്ളത് റഹീം എന്ന വ്യക്തി ഈ അഫാനടുത്ത് പോയിട്ട് ആദ്യം മുതൽ അവസാനം വരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ തുറന്ന് ചോദിക്കുക. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാകുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ, ഇതിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിടികിട്ടും. ഇത്രയും വലിയ കടങ്ങൾ, 75-70 ലക്ഷം വരെ ഇവർക്ക് അങ്ങനെ കടങ്ങൾ ഉണ്ടായതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അവരുടെ ഉമ്മയ്ക്ക് ക്ഷമയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവരോട് ഇപ്പോൾ ചോദിക്കാനില്ല. അവർക്ക് അസുഖം മാറ്റാൻ അവരോടും കൂടുതൽ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിൻ്റെ ആദ്യം ഒരു അവസാനം വരെ തുടക്കം കാരണം എന്താ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനനുസരിച്ച് കേസുകൾ മുന്നോട്ട് പോകാവുന്നതുമാണ്. എന്താ ഇതുപോലെ പ്രശ്നം ഇനി ആർക്കും എന്തുകൊണ്ടും വന്നുകൂടാ. കാരണം എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. വളരെയധികം ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ വിപത്തായിപ്പോയി. ആരെയും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ഇതിനെല്ലാം പ്രധാന കാരണം പണം തന്നെയാണ്. പണത്തിനെ നമുക്കൊരിക്കലും ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല, പഴയതുപോലെ ആക്കാൻ പറ്റില്ല. പണത്തിനനുസരിച്ച് ജോലി ചെയ്ത് ജീവിക്കാനേ കഴിയുള്ളൂ. കാരണം പണത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കോ രണ്ടോ മൂന്നോ എത്ര ആളുകളെ പോയി സമരം എവിടെ പോയി ചെയ്താലും അതെന്തായാലും വിജയിക്കില്ല. അത് ആളുകൾ പ്രാന്തായിട്ടേ കാണുള്ളൂ. നമുക്കെതിരെ സർക്കാർ തിരികെയാണ് ചെയ്യുക. അപ്പോൾ ജോലി ചെയ്ത് തന്നെ പണം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, കഴിയുന്ന ചിലവുകൾ ചുരുക്കുക. അതൊക്കെ തന്നെ ഇതിലൂടെ പഠിക്കാനുള്ള മെയിൻ മാർഗങ്ങളുള്ളൂ. അവൻ്റെ ക്രിമിനലിനെ ആരും തിരിച്ചറിയില്ല. പിന്നെ ഈ കൊലപാതകത്തിന് മെയിൻ പ്രധാന കാരണം ചെയ്ത് അയൽവാസികളൊന്നും ആരും കണ്ടെത്തിയില്ല, ആരും ഇത് കണ്ടില്ല. അതുകൊണ്ടാണ് ഈ കൊലപാതകം കൂടിയത്. ഇവനിതിങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചതുമില്ല. അതാണ് വേറൊരു അബദ്ധമായി മാറിയത്. ദൃക്സാക്ഷികളൊന്നുമില്ല, അടുത്ത് ആരുമില്ല, വീടുകളിൽ ആരുമില്ല. അവന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ ഇതുപോലുള്ള പ്രവർത്തനത്തിൽ എത്താൻ മുതിർന്നത്. പിന്നെ ഇതിനു മുൻപ് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല ഇങ്ങനെ ചെയ്യുന്നു ആരോടും അവൻ പറഞ്ഞതുമില്ല, ഉമ്മയോട് പോലും പറഞ്ഞില്ല. അപ്പോൾ ഉമ്മ അത് പിന്തിരിപ്പിച്ചില്ല. ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കാര്യം? ആത്മഹത്യ ചെയ്യാൻ ഉമ്മക്ക് പേടി കാരണമാണ് അവർ ഇതിൽ നിന്ന് പിന്മാറിയതും. പക്ഷേ എന്നേക്കുമായി ഇവൻ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്നെല്ലാം സംഭവിക്കുകയായിരുന്നു ചെയ്തത്. ഇനി ആർക്കും ഇങ്ങനെ ഒരിക്കലും വരരുതേ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്കിനി ചെയ്യാനുള്ളൂ. വേറൊന്നും ഇനി ചെയ്യാനില്ല, പറയാനുമില്ല. ഇനി ഒരിക്കലും ഇതുപോലെ സംഭവം എവിടെയും ഇനി വരരുത്. കാരണം എല്ലാം കൊണ്ടും കഴിയുന്ന നന്നായി ശ്രദ്ധിക്കുക. പുറത്തുള്ള ആരെയും ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. എല്ലാ പെൺകുട്ടികളും വലിയൊരു പാഠമാണ് ഫർസാൻ്റെ മരണം തന്നെ. ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടികൾ അധികം പേര് അങ്ങനെ തന്നെയാണ്, അറിയാതെ പോയി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും അവർ കരുതുന്നില്ല. പക്ഷേ അവർ
എന്നേക്കുമായി ഓർക്കുക, സ്വന്തം വീട്ടുകാരും രക്ഷിതാക്കളെ ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവൻ തന്നെ വലിയ ആപത്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ. എന്നാലേ ഇനി ഇതുപോലുള്ള മരണങ്ങളൊന്നും കൊലപാതകങ്ങളോ ഒന്നും സമൂഹത്തിൽ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ വരാതിരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി ഇനിയെങ്കിലും നന്നായി നന്നായി ശ്രദ്ധിച്ച് മുന്നേറി സ്വന്തം സമാധാനത്തെ മുന്നിൽ ജീവിച്ചു പോവുക. മരണപ്പെട്ടവർക്കെല്ലാം എല്ലാം നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എപ്പോഴും ആരെയും വളർത്തുമ്പോൾ വളർത്തേണ്ട പോലെ വളർത്തണം. കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവർക്ക് വേണ്ടതായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്ട്രിക്റ്റിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാലേ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ കുറയുള്ളൂ. എല്ലാം കൊണ്ടും ആർക്കും രക്ഷയുണ്ടാവുള്ളൂ. ഇന്നത്തെ കാലം എല്ലാം കൊണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ പറയുന്നതൊന്നും കുട്ടികൾ അനുസരിക്കുന്നില്ല. കുട്ടികളവരെ വഴിക്ക് ഇഷ്ടത്തിന് പോവുകയാണ്. അതന്നെ ഇല്ലാതാക്കണം. പിന്നെ മദ്യപാനം, മയക്കുമരുന്ന്, ഈ ലഹരിക്കെല്ലാം കുട്ടികൾ നന്നായി അടിമപ്പെടുകയാണ്. അതിന് കർശനമായ നിയമങ്ങൾ തന്നെ നിലവിൽ വന്നാലേ ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാവുള്ളൂ. എല്ലാം കൊണ്ടും എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. എന്നാലേ ഇതുപോലുള്ള അതിക്രമങ്ങളൊക്കെ നന്നായി തടയുള്ളൂ. അതിനെല്ലാം ഈ നാട് തന്നെ, ഏത് നാടായാലും ഒറ്റക്കെട്ടായി നിന്നാലേ എവിടെയായാലും രക്ഷപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാ സമൂഹങ്ങളും മുന്നിട്ട് തന്നെ രംഗത്തിറങ്ങിയാലേ ഇതുപോലുള്ള ഒരു കേസ് പോലും ഇനി കേരളത്തിൽ തന്നെ അല്ല എവിടെ ആയാലും ഇല്ലാതിരിക്കുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ഗവൺമെൻറ്റുകൾ കണ്ണ് തുറന്നാലേ പ്രവർത്തിച്ചാലേ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ദയവായി പറയുകയാണ്. എന്നാലേ ഈ സമൂഹം തന്നെ എന്നേക്കുമായി ഈ ലോകം തന്നെ നന്നായി മാറുകയുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുൻപേ തന്നെ ചെയ്യണമായിരുന്നു. എന്നാലേ എല്ലാം കൊണ്ടും രക്ഷപ്പെടുകയുള്ളായിരുന്നു. ഇനിയെങ്കിലും നന്നായി എല്ലാം കൊണ്ടും ശ്രദ്ധിക്കുക. ഓരോ ജീവനും അതിൻ്റേതായ വിലപ്പെട്ടതാണ്. ആ ജീവനുകൾ പോയി അവർക്കും പോയി, അവരുടെ മാതാപിതാക്കളും പോയി, വേറെ ആർക്കും പോകാനില്ല. കാരണം അവർക്ക് അത്രത്തോളം കൂടിപ്പോയി 2-3 ദിവസം ഉണ്ടാകും പുറത്തുള്ളവർക്കുള്ള വിഷമം. പിന്നെ അവർക്കാണ് അവരുടെ സ്വയം ജീവനും മാതാപിതാക്കളും പോയി എന്നല്ലാതെ. കാരണം ഈ മരണപ്പെട്ട് പോകുന്നവർ തന്നെ വളരെയധികം വിഷമം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ. ആരാണ് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ? ഈ ആത്മഹത്യ ചെയ്യുന്നവരും ഈ കൊലപാതകങ്ങളിലൊക്കെ ചെയ്യുന്നവരൊക്കെ ബോധമില്ലാത്ത ആളുകളാണ്. എന്തോ ഭ്രാന്തിൻ്റെ ഇതിൽ അവരെ കൊണ്ട് ശൈത്താൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരെ ബുദ്ധിയും ബോധമുള്ള ആളുകൾ തന്നെ വഴിതെറ്റി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനെല്ലാം ഈ കരുത്തായിട്ടുണ്ടെങ്കിൽ ഈ മദ്യവും ലഹരിയും എല്ലാം തന്നെ ഇല്ലാതാണ്. എന്നാലേ ഇവിടെയൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. എന്നേക്കുമായി രക്ഷ ഉണ്ടാവണം. ഇതൊക്കെ തന്നെ നിർബന്ധമായും ചെയ്യണം. ഇതിനടുത്ത് മാത്രമേ ഉള്ളത്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിനുള്ള പ്രധാന കാരണങ്ങളോ ഇവ കൂടിയാണ്. ആ ഫർസാന എന്ന കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രശ്നം ഇല്ലാതാവുമായിരുന്നു. ആ കുട്ടിയുടെ ഉപ്പയെയോ ഉമ്മയെയോ അനിയനെയോ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയണം. അവർ തടുത്താലും പോകണ്ട പറഞ്ഞാലും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകണമെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ആ മരണത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു. ഇതുകൊണ്ടാണ് സ്വന്തം രക്ഷിതാക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അത് പ്രത്യേകിച്ച് കുട്ടികൾ തന്നെ ആരോടെന്തും, കുടുംബക്കാരോട് എന്തും തുറന്നു പറഞ്ഞാൽ തന്നെ വലിയ ആപത്തുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാമായിരുന്നു. പിന്നീടുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. നമുക്ക് കഴിയുന്നതും ശ്രമിക്കുക. നമ്മളായിട്ട് ഓരോന്നും വരുത്തി വെക്കേണ്ട വല്ല ആവശ്യവുമില്ലല്ലോ. പിന്നെയുള്ള ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് സമാധാനിക്കുകയായിരുന്നു. ഇനി അറിയാതെ ഒരു തെറ്റുകുറ്റങ്ങൾ നമുക്ക് ആർക്കും വരാതിരിക്കാൻ ഇതൊക്കെ തന്നെ പോവുകയുള്ളൂ. നമ്മളത് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ഒരു ആപത്തുകൾ വരാതിരിക്കരുത്. നമ്മൾ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പല ആപത്തുകളും വരും. ബാക്കി ദൈവത്തിന് അത് ചോദിച്ച് നമ്മൾ സമാധാനിക്കുക. അത് ശ്രദ്ധിക്കാതെ ഒരു ആപത്തുകൾ വരുമ്പോഴാണ് നമുക്കെല്ലാം കൊണ്ടും വിഷമായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഇനി ആർക്കും വരാതിരിക്കാനുള്ളൊരു കാര്യങ്ങളും കൂടിയാണ് ഞാനിതിലൂടെ വ്യക്തമാക്കുന്നത്, പറഞ്ഞ് മനസ്സിലാക്കിയത് പൊതുജനത്തിന് തന്നെ. എല്ലാവരും ഇനി എല്ലാം കൊണ്ടും നന്നായി ശ്രദ്ധിക്കുക. ആ കുട്ടിയുടെ നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം ഈ തുറന്ന് പറച്ചിൽ, ശ്രദ്ധയില്ലായ്മ കാരണമാണ് ഈ പ്രധാന ഈ വിഷയം വരാൻ കാരണവും ഉണ്ടായത്. ഇനി ആരുടെ അടുത്തുനിന്ന് ഒന്നും മറച്ചു വെക്കാൻ ആരും പാടില്ല. പ്രത്യേകിച്ച് വീട്ടുകാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ
എന്തുകൊണ്ട് അവരെ പോകുന്ന ഒരു ജീവന് എന്നേക്കുമായി പോയില്ലേ, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കാണുന്നവർക്ക് വല്ലാത്തൊരു വിഷമം, ബുദ്ധിമുട്ടല്ലേ. ആർക്കും ഇനി ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാവരുത്. ഇത് പറഞ്ഞു പോവുകയാണെങ്കിലും ഇത് ഉപ്പേനെ അറിയിക്കുകയാണെങ്കിലും ഒന്നും ഈ വിഷയം ഉണ്ടാവുകയില്ലായിരുന്നു. അതാണ് ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാവുക തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതൊരു സമാധാനമായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഉൾപ്പെടുത്തിയത്. ശരി, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനി ഇത് കഴിയുന്നത് ആർക്കും വരല്ലേ എന്നുള്ളത്. ഒരിക്കലും പോലും കേരള സമൂഹത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായൊരു കൊലപാതകമാണ് ഇത്. വളരെയധികം കാഠിന്യമുള്ള ജീവപര്യന്ത ശിക്ഷ വരെ കിട്ടണമെന്ന് എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ, ശാപം അഫാൻ എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്. ഏത് കൊലപാതകങ്ങളും അവർ ഈ ശാപങ്ങൾ അനുഭവിക്കുന്നതാണ്. പെട്ടെന്ന് മരണപ്പെടാതെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ആളുകളെയാണ് അവൻ കൊന്നു തള്ളിയത്. അവന് ഇവരുടെ ശാപവും എന്തായാലും നിലനിൽക്കുന്നതാണ്, അതിലൊരു സംശയവുമില്ല. അതവൻ ഏൽക്കുക തന്നെ വേണം. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശരി.